ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു അൺബോക്സിംഗ് എല്ലാമാണ്. അതായത് ഒരു പുതിയ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. വൈഫൈ റൗട്ടറാണ് വാങ്ങിയിരിക്കുന്നത്. ഒരു ലേറ്റസ്റ്റ് മോഡൽ തന്നെയാണ്. അത്യാവശ്യം റേറ്റിംഗും എല്ലാം ഉള്ള ഒരു റൗട്ടറാണിത്. അപ്പോൾ ഇത് വാങ്ങാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ചെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഇതിനു മുമ്പേ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഇത്തരത്തിൽ ഒരു വൈഫൈ എക്സ്റ്റൻഡർ എല്ലാമാണ്. ഇതും ടി ലിങ്കിൻ്റെ തന്നെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഇപ്പോൾ ഈ ഒരു റൗട്ടറും വന്നിരിക്കുന്നത് ഇതും ലിങ്കിൻ്റെ തന്നെയാണ്. വൈഫൈ 6 റൗട്ടർ, മോഡൽ നമ്പർ AX1800 എന്ന് പറയുന്ന മോഡൽ നമ്പറാണ് ഇത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിനു മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് എന്തിനാണ് ഇത്തരത്തിലൊരു എക്സ്റ്റൻഡർ എല്ലാം വാങ്ങി, അതിനുശേഷം ഇതിലേക്ക് മാറാൻ ഉദ്ദേശിച്ചത്, ഇതിനെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കേരള വിഷൻ്റെ ഒരു ബ്രോഡ്ബാൻഡ് സർവീസ് എല്ലാമാണ്. അപ്പോൾ അവരുടെ ബ്രോഡ്ബാൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ മോഡം യൂസ് ചെയ്ത് താഴത്തെ നിലയിൽ മാത്രമാണ് എനിക്ക് റേഞ്ച് എല്ലാം കിട്ടിയിരുന്നത്. അതായത് മുകളിലേക്ക് സിഗ്നൽ ഒന്നും വന്നിരുന്നില്ല. ചില സമയങ്ങളിൽ ചില റൂമുകളിലെല്ലാം വന്നിരുന്നു. അതിനാൽ തന്നെ ആദ്യം കരുതിയത് ഓക്കെയാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. അതിനാൽ തന്നെ ഇത്തരത്തിൽ അവർ തന്നിരിക്കുന്ന ഒരു മോഡം എല്ലാമാണ് യൂസ് ചെയ്തത്. അതായത് എക്സ്ട്രീം എയർടെലിൻ്റെ ആണ് തോന്നുന്നു, അത്തരത്തിലൊരു മോഡമാണ് അവർ തന്നിരുന്നത്. ഇത്തരത്തിൽ ആ ഒരു മോഡം യൂസ് ചെയ്ത് പിന്നീട് എനിക്ക് മുകളിലേക്ക് സിഗ്നൽ ഒന്നും കിട്ടാത്ത അവസ്ഥയായി. അതിനാൽ തന്നെ മുകളിൽ പോകുമ്പോൾ നമുക്ക് മൊബൈലൊന്നും കണക്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവരുടെ ഓപ്പറേറ്ററുമായി കണക്ട് ചെയ്യുകയും അപ്പോൾ ഇവർ സജസ്റ്റ് ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്, മുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ നെറ്റ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരു വൈഫൈ എക്സ്റ്റൻഡർ എല്ലാം വാങ്ങാം. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുമെന്നെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കും തോന്നി അത്തരത്തിലൊരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം മറ്റു കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ചെയ്ത് പ്ലഗ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം. ലിങ്കിൻ്റെ തന്നെ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്. ഇതിനെക്കുറിച്ച് ഞാനൊരു റിവ്യൂ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പ്ലാൻ പ്രകാരം ആദ്യം 6 മാസത്തേക്ക് അവർ അത്യാവശ്യം നല്ല സ്പീഡോട് കൂടിയ നല്ല പെർഫോമൻസ് എല്ലാം കിട്ടുന്ന തരത്തിലുള്ള ഒരു നെറ്റ് എല്ലാമാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതിനാൽ തന്നെ ഈ എക്സ്റ്റൻഡർ യൂസ് ചെയ്ത് ഇത്തരത്തിൽ ഞാൻ മുകളിലത്തെ നിലയിലും അത്യാവശ്യം നല്ല സ്പീഡെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നമ്മൾ ഈ എക്സ്റ്റൻഡർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് താഴെ കിട്ടുന്ന അത്രത്തോളം സ്പീഡ്, അതായത് നമ്മുടെ എക്സ്റ്റൻഡർ ത്രൂ നമ്മൾ മൊബൈലിലെല്ലാം കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മറ്റു മോഡത്തിൽ, അതായത് നമ്മൾ നേരത്തെ കണക്ട് ചെയ്തിരിക്കുന്ന ഒറിജിനൽ മോഡത്തിൽ നിന്നുള്ള സ്പീഡ് അത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം എനിക്ക് വളരെ സ്പീഡെല്ലാം കുറഞ്ഞായിരുന്നു. അതായത് താഴത്തേതിനെ അപേക്ഷിച്ച് അത്യാവശ്യം സ്പീഡെല്ലാം ഇതിൽ കുറവായിരുന്നു. എന്നാലും എൻ്റെ പ്ലാൻ നല്ല ഒരു പ്ലാൻ ആയതുകൊണ്ടായിരിക്കാം അന്ന് എനിക്ക് ഇതിൽ വേറെ പ്രശ്നമൊന്നുമില്ലാതെ മുകളിലും അത്യാവശ്യം എൻ്റെ പർപ്പസിനെല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്നാൽ ഈ 6 മാസം കഴിഞ്ഞതിന് ശേഷം ഈ പ്ലാൻ ഇത് ഡൗൺഗ്രേഡ് ചെയ്യുകയും, അതായത് അവർ പ്രൊമോഷണൽ ഓഫർ എന്ന രീതിയിലാണ് കുറച്ച് സ്പീഡുള്ള നെറ്റെല്ലാം 6 മാസത്തേക്ക് തന്നിരുന്നത്. അതിനുശേഷം ഇത് നോർമൽ നമ്മുടെ പ്ലാനിനനുസരിച്ച് വന്നപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വൈഫൈ എക്സ്റ്റൻഡർ യൂസ് ചെയ്ത് എനിക്ക് നെറ്റ് ഒന്നും വളരെ സ്പീഡൊന്നും കിട്ടുന്നില്ല. ചില സമയങ്ങളിലെല്ലാം നമ്മുടെ മൊബൈൽ ഡാറ്റയേക്കാൾ മോശമായ അവസ്ഥയിലേക്കെല്ലാം വന്നു. അതിനാൽ തന്നെ ഞാൻ വീണ്ടും ഇതുപോലെ കേബിൾ ഓപ്പറേറ്ററുമായി കോൺടാക്ട് ചെയ്ത് വീട്ടിലുള്ള ഈ ഒരു മോഡം വേറെ ഒരു ഭാഗത്തേക്ക്, അതായത് എല്ലായിടത്തേക്കും കിട്ടുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഓക്കെ ആകുമോ എന്ന് നോക്കുന്നതിന് വേണ്ടി അവരെ വിളിക്കുകയും അവർ വന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഇതുപോലെ തന്നെ ഇതിൻ്റെ സിഗ്നൽ ചില റൂമുകളിൽ കിട്ടുന്നില്ല. നമ്മൾ അത് പല ഭാഗത്തെല്ലാം കറക്റ്റായി പ്ലേസ് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തു. എന്നാൽ അതിൽ നിന്ന് നമുക്ക് സിഗ്നൽ കറക്റ്റായി കിട്ടാത്തത് കൊണ്ട് അവർ തന്നെ സജസ്റ്റ് ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നമുക്കൊരു വൈഫൈ റൗട്ടർ മുകളിൽ വയ്ക്കുകയാണെങ്കിൽ, അതായത് മുകളിലെ ഫ്ലോറിൽ ഇത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുകളിലെ ഫ്ലോറിലും അതുപോലെ മറ്റേ മോഡം താഴത്ത് വെച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് താഴത്തെ ഫ്ലോറിലും നല്ല സ്പീഡിലെല്ലാം ബ്രൗസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യത്തെ നോക്കി നമ്മളിപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇപ്പോൾ സാധനം നമുക്ക് ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ തന്നിരിക്കുന്നത് എന്ന് നോക്കാം. അടിപൊളി പാക്കിങ്ങോട് കൂടിയെല്ലാമാണ് ഇപ്പോൾ നമുക്ക് ഇത് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാമെന്ന് കരുതുന്നു.
AX23 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ AX 1800 ഡുവൽ ബാൻഡ്, ഫാസ്റ്റർ സ്പീഡ് വിത്ത് വൈഫൈ 6, റെഡ്യൂസ്ഡ് ലേറ്റൻസി, കണക്ട് മോർ, സ്റ്റേ ഫാസ്റ്റ്, റിഫൈൻ സെക്യൂരിറ്റി, ഫുൾ ജിഗാബൈറ്റ് പോർട്സ്, ഇങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല സ്പീഡ് എല്ലാം കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. റിവ്യൂവിലും നല്ലതായി കണ്ടതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ പർച്ചേസ് ചെയ്തത്. ഏകദേശം 4200 സംതിങ് റുപ്പീസിനാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ മുകളിലായി ഇവിടെ നമുക്ക് 3 ഇയർ വാറണ്ടി എല്ലാം ഉണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ഒരു പാക്കിംഗ് എല്ലാം നമുക്കിതിൽ കാണാം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വിക്ക് ഇൻസ്റ്റാളേഷൻ ഗൈഡ് എല്ലാം തന്നിട്ടുണ്ട്. ഒരു ചെറിയ ബ്രൗഷർ പോലെ കുറച്ച് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അതായത് അപ്ഡേറ്റ് ഡ്രൈവർ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാമാണ്. ഇത്തരത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ്, ഇതാണ് നമ്മുടെ വൈഫൈ പ്രൊഡക്റ്റ്, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റി പാക്കിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് ഇത് ഇങ്ങനെ മുകളിലേക്ക് വെച്ച്, അധികം വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയ ഒരു പ്രൊഡക്റ്റ് ആണ്. സോ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഇതിൽ കാണാനെല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ആൻറ്റിനയെല്ലാം 4 ആൻറ്റിനയെല്ലാം തന്നിട്ടുണ്ട്. കാണുമ്പോൾ വളരെ നല്ല ഒരു പ്രൊഡക്റ്റായി ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് വശമെല്ലാം ഇപ്രകാരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്. അതുപോലെ നമുക്ക് LAN 1, LAN 2, LAN 3, LAN 4, അതുപോലെ WAN, പിന്നെ നമുക്ക് ഇവിടെ WPS വൈഫൈ റീസെറ്റ് ബട്ടൺ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ വന്നിരിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഇത്തരത്തിൽ ഒരു കേബിൾ ഇതിനോടൊപ്പം തന്നിട്ടുണ്ട്. ഒരു വൈറ്റ് കേബിൾ, നല്ല ക്വാളിറ്റി കേബിൾ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഇവിടെ ഒരു അഡാപ്റ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോഡം ഇത് പവറുമായി കണക്ട് ചെയ്യുന്നതിനുള്ള അഡാപ്റ്ററാണ് തന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനോടൊപ്പം വരുന്നത്. അപ്പോൾ ഇനി അവർ ഇത് വന്ന് കണക്ട് ചെയ്തതിന് ശേഷം, ഇത് യൂസ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ്, ഇതിനെക്കുറിച്ചെല്ലാം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്കത് പിന്നീട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഓപ്ഷനിലേക്ക് പോയാൽ ഇത്രത്തോളം എനിക്ക് ചിലവൊന്നും വരില്ലായിരുന്നു. കാരണം പറഞ്ഞാൽ ഈ ഒരു വൈഫൈ എക്സ്റ്റൻഡർ എന്ന് പറയുന്നത് നമ്മുടെ പർപ്പസിന് അത്രത്തോളം യോജിക്കുന്നില്ല. പലർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. നല്ല രീതിയിൽ നല്ല പ്ലാൻ എല്ലാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്തായാലും എനിക്ക് ആദ്യമെല്ലാം നല്ല പെർഫോമൻസ് എല്ലാം കിട്ടിയിരുന്നു. എന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്കുള്ള വൈഫൈ, ഇത് നിങ്ങളുടെ വീട് മൊത്തമെല്ലാം കിട്ടണമെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വൈഫൈ 6 റൗട്ടർ എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്